ഇതുപോലെയുള്ള വയർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ 3 പീസ് പിന്നെ ഗിൽറ്റ് ട്യൂബും എടുത്തിട്ടുണ്ട്, 2 എൻഡ് ബീഡും എടുത്തിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ നമുക്ക് എത്രയാണോ വേണ്ടത് അത്ര അനുസരിച്ചിട്ട് ഇതേപോലെ വൈറ്റ് കളർ മുറിച്ചെടുക്കുക. ഇങ്ങനെ വെച്ചിട്ട് മുറിച്ചെടുക്കുക. അത് എങ്ങനെയാണെന്ന് എന്നിട്ട് അത് ഇട്ട് കൊടുക്കുക. സിമ്പിളായിട്ടുള്ള വർക്കാണ്, ഒരു ബുദ്ധിമുട്ടില്ലാത്ത വർക്കാണ്. ഇതിന് തന്നെ നമുക്ക് മാലയും ആക്കാൻ പറ്റൂല, മാലയും കമ്മലും എല്ലാം ആക്കാൻ പറ്റും. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഒരു കറക്റ്റാക്കിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കി ഇത്രയും വന്നിട്ട് കണ്ടോ ഗ്രീൻ വെച്ച് കൊടുത്തു. ഗ്രീനിൻ്റെ ബാക്കിയുള്ളത് നമ്മളിങ്ങനെ നോക്കിയാൽ മതി. ഇങ്ങനെ നോക്കുന്ന സമയത്ത് ആ എൻഡ് എവിടെയാണ് വരുന്നത് നമുക്ക് മനസ്സിലാവും. അതിനേക്കാൾ കുറച്ച് മുകളിലോട്ടേക്ക് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ കറക്റ്റാക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് മുകളിലോട്ടേക്ക് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഏറ്റവും ചെയ്യാൻ എളുപ്പമുള്ള ഒരു ഹെയർ ബാൻഡാണ് കേട്ടോ വയർ ബാൻഡ്. എന്നിട്ട് അത് കട്ട് ചെയ്ത് കൊടുക്കുക. മുറിച്ച സ്ഥലം അത് ഏകദേശം നമ്മൾ അടയാളപ്പെടുത്തിയില്ലേ, പുറത്തോട്ടേക്ക് എടുത്തിട്ട് മുറിച്ചെടുക്കുക. കറക്റ്റായില്ലേ? ഇത്രയും വേണം കേട്ടോ, കാരണം നമുക്കതിൻ്റെ എൻഡ് ബീഡ് ഇട്ട് കൊടുക്കേണ്ടതാണല്ലോ. അപ്പോൾ ഇത് കറക്റ്റാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളിതിങ്ങനെ വെച്ചിട്ട് ബാക്കി ഇതെത്രയാണോ വേണ്ടത് അത് അനുസരിച്ചിട്ട് ഇത് കുറച്ച് മാത്രമേ മുറിച്ച് കളയാനുള്ളൂ കേട്ടോ. ഇതിൻ്റെ കുറച്ച് മാത്രമേ ഇനി മുറിച്ച് കളയാനും വേണ്ടിയിട്ട് വരുന്നുള്ളൂ. കുറച്ച് മാത്രമേ മുറിച്ച് കളയാനും വേണ്ടിയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ കുറച്ചൊന്ന് മുറിച്ച് കളയാം. മുറിച്ച് കളഞ്ഞ ശേഷം മുറിച്ച് കളഞ്ഞ ശേഷം ഇതിട്ട് കൊടുക്കുക. ഇതിട്ട് കൊടുത്തിട്ട് ഇത് കുറച്ച് പച്ചൊന്ന് അധികം മുറിഞ്ഞു പോയതാണ് കേട്ടോ, കുഴപ്പമില്ല. ബാക്കിയുള്ളത് നമുക്ക് ഇത് കറക്റ്റ് ചെയ്ത ശേഷം എന്തെങ്കിലും ഒരു വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് എഴുതിയെടുക്കാനുള്ളൂ. ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ വരുന്നത് കൊണ്ട് മാത്രമല്ല ഒരു ചെറിയൊരു ഇതേ ഉള്ളൂ കേട്ടോ. ഇത് ഫസ്റ്റ് എന്താക്കാം ഒട്ടിച്ചു കൊടുക്കാം നമുക്ക്. ഇത് പശയാക്കിയിട്ട് ഇതിൽ സത്യം പറഞ്ഞാൽ ശ്രദ്ധിക്കാൻ ഇത്ര മാത്രമേ ഈ എൻഡ് ബീഡ് വെക്കുന്നത് മാത്രമേ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതില്ല കേട്ടോ. എൻഡ് ബീഡ് എന്ന് പറയുമ്പം ഇതിങ്ങനെ വെച്ചിട്ട് ഇത് പശയാക്കിയിട്ട് എൻഡ് ബീഡിന് മാത്രമേ തന്നെ പശയും ആക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. എൻഡ് ബീഡിനെ പശയാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ എൻഡ് ബീഡിൻ്റെ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സാധനം കണ്ട ഇത് എൻഡ് ബീഡിൻ്റെ കറക്റ്റായിട്ട് ഈ എൻഡ് ബീഡിൻ്റെ കറക്റ്റായിട്ട് നിൽക്കണം, അത്ര മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. അത് കഴിഞ്ഞിട്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അപ്പുറത്തെ ഭാഗത്തും ഇതേപോലെ തന്നെ ഇത് എൻഡ് ബീഡ് ഇട്ട് കൊടുക്കുക. ഈ ഭാഗത്തും കൂടെ എൻഡ് ബീഡ് ഇട്ട് കൊടുക്കുക. എൻഡ് ബീഡ് ഇടുന്നത് മാത്രം പ്രത്യേകിച്ച് ശ്രദ്ധിച്ചാൽ മതി. അല്ലാതെ ഗിൽറ്റ് ട്യൂബിൻ്റെ അളവ് നമുക്കിഷ്ടമുള്ള അളവ് എടുക്കുക. ഗിൽറ്റ് ട്യൂബിന് ഏത് അളവ് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. എൻഡ് ബീഡ് ഇടുന്ന ടൈമിൽ ഇത് കറക്റ്റ് ആണോ എന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതിങ്ങനെ ഈ കമ്പി പുറത്തോട്ടേക്ക് വരാൻ പാടില്ല, അങ്ങനെ അത് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതിപ്പം ഞാൻ വൈറ്റ് ഗ്രീന് കുറച്ചിട്ടാണ് എടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീനിൻ്റെ അളവിൽ തന്നെ ഈ ഓറഞ്ചിൻ്റെ അളവിൽ തന്നെ വേണമെങ്കിൽ വൈറ്റ് കുറച്ചിട്ട് ഗ്രീൻ എടുക്കുക കേട്ടോ. ഇത് ഇത്ര മാത്രമേ ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനില്ല. ഈ കാര്യമായിട്ട് ശ്രദ്ധിക്കാനില്ല ഈ എൻഡ് ബീഡിൻ്റെ മാത്രമാണ്. ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത വർക്കാണ്. നമുക്ക് സിമ്പിളായിട്ട് ചെറിയ കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന വർക്കാണ് ഇത്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു കൈച്ചെയിൻ എങ്ങനെ ആക്കാമെന്ന് കാണിക്കുക. അതായത് ഇതേപോലത്തെ വയറാണ് കേട്ടോ, എലാസ്റ്റിക് വയറാണ്. അത് ഇതേപോലെ നമ്മൾ കൈൻ്റെ അളവ് കുട്ടികളെ കൈൻ്റെ ആണ് അതേപോലെ അളവ് വെച്ചെടുക്കുക. അതിനേക്കാട്ടി കുറച്ചൊന്ന് എടുക്കുക. നമുക്ക് എന്താണ് കൂട്ടിയെടുത്ത് നമ്മളത് കെട്ടിടുമ്പോഴത്തേനും കൈക്കളവ് കറക്റ്റ് ആവും കേട്ടോ. ഇനി ഇതേപോലെ തന്നെ നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ അല്ല ചെയ്യുന്നത്. അപ്പോൾ 3 കളറാക്കിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ ഈ അളവ് ഫുള്ളൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക്
കാണിക്കാൻ മാത്രമായിട്ട് ഒരു കുറച്ച് വീട് കോർത്തെടുത്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിൻ്റെ അളവ് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ കാണിച്ച പോലെയാണ്. പിന്നെ വന്നിട്ട് ഇതിലും അതുപോലെ തന്നെ ശ്രദ്ധിക്കാൻ ഇതേ ഉള്ളൂ. ഒന്ന് അതിൻ്റെ അളവ് എടുക്കുന്നത്, പിന്നെ വന്നിട്ട് അതിൻ്റെ കെട്ടിടുന്നത്. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതാ കെട്ടിടുന്നതാണ്. ആ കെട്ടിടുന്നത് എങ്ങനെയാണ് കാണിച്ചു തരാം. ഇതിന് കുറച്ച് പേള് കോർത്തെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ലോക്കറ്റ് പോലെയെല്ലാം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഏറ്റവും നടുവശത്ത് നീല കളർ അല്ലെങ്കിൽ പേളോ സ്റ്റോണോ എന്തെങ്കിലും നമുക്ക് കോർത്തെടുക്കാൻ പറ്റുന്ന മോഡൽ ഉണ്ടെങ്കിൽ അതും കൂടെ നടുവശത്തേക്ക് കോർത്തെടുക്കുക കേട്ടോ. അതേപോലെ കുറച്ച് കോർത്തെടുക്കുന്നുണ്ട്. രണ്ട് വശത്തും ഓറഞ്ചും വൈറ്റും ഗ്രീനും ആക്കിയിട്ട് കോർത്തെടുക്കുക. ഇതാ ഇനി ഗ്രീനും കൂടെ കോർത്തെടുക്കുക. ജസ്റ്റ് ഒന്ന് ഇതെങ്ങനെ കെട്ടണേന്ന് കാണിക്കാൻ മാത്രം. ഇനി ഗ്രീനും കൂടെ കോർത്ത് കാണിച്ചു തരാം. കോർക്കുന്നതൊന്നുമല്ല, കോർക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഇതിൽ ശ്രദ്ധിക്കാൻ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ മെയിനായിട്ട് ശ്രദ്ധിക്കാൻ വരുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ കെട്ടുന്നത് എങ്ങനെയെന്നാണ്. ഇത് പലർക്കും ഈ എലാസ്റ്റിക് വയർ കെട്ടുമ്പോൾ എന്താവും അയിന് പോകും. അങ്ങനെ അയിന് പോവാതിരിക്കാനും വേണ്ടി അങ്ങനെ കെട്ടാനും മാത്രമേ ശരിക്കും ശ്രദ്ധിക്കാനുള്ളൂ കേട്ടോ. ഇത് ഇതേപോലെ ഇതാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ കെട്ടുന്നത് മാത്രമേ ശരിക്കും ഇതിൻ്റെ അളവ് എടുക്കുന്നത് കാണിച്ചു തന്നു. ഇതിൻ്റെ കെട്ടുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതുപോലെ നോക്കിക്കോ. ഇതുപോലെ ഇതാ ഒന്ന് വലിച്ചില്ലേ, ഒന്ന് വലിച്ച ശേഷം രണ്ടാമത് ഇത് ഈ വള്ളി ഇതിൻ്റെ ബാക്കിലൂടെ കൊണ്ടുവന്ന് ഫ്രണ്ട് വശത്തൂടെ കൊണ്ടുവന്ന് ഉള്ളി വശത്തേക്ക് വലിച്ച ശേഷം രണ്ടാമത് ഈ വള്ളി ഇതിൻ്റെ ബാക്കിലൂടെ കൊണ്ടുവന്ന് ഫ്രണ്ട് വശത്തൂടെ കൊണ്ടുവന്ന് ഉള്ളി വശത്തേക്കിട്ട്, എന്നിട്ട് ഇപ്പം ഞാനിത് ടൈറ്റ് ചെയ്യുന്നില്ല. ടൈറ്റ് ചെയ്യാതെ തന്നെ അതൊന്നും കൂടി ഇങ്ങനെ ഉള്ളുവശത്തോട്ടേക്ക് ഇട്ടിട്ട് എടുക്കുക ചെയ്യുന്നത്. ഒന്നും കൂടെ ഉള്ളുവശത്തോട്ടേക്ക് ഇട്ടിട്ട് എടുത്തു. ടൈറ്റാക്കി വലിച്ചു കൊടുക്കുക. ഇനിയിപ്പം നമ്മൾ ഈ വള്ളിയാണ് ഉള്ളുവശത്തോടേക്ക് 2 പ്രാവശ്യം ഇട്ടിട്ട് എടുത്തത്. ഇനി അതേപോലെ ഇതും കൂടെ ഇപ്പുറത്തെ വശത്തുള്ള വള്ളിയും കൂടെ ഇതേപോലെ ഇപ്പം നമ്മൾ എന്താണെന്ന് ചെയ്താൽ അതേപോലെ ചെയ്താൽ ഇങ്ങനെ കൊണ്ടുപോയി ബാക്ക് വശത്തൂടെ ഫ്രണ്ട് വശത്തേക്ക് കൊണ്ടുവന്ന് ഉൾവശത്തൂടെ എടുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് സാധാരണ നമ്മളെങ്ങനെയാണെന്ന് കെട്ടിടുന്നത് അതുപോലെ തന്നെ അതിലിങ്ങനെ ഇങ്ങനെ വലിക്കാതെ ഒന്നും കൂടി ഈ കയറ് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അത്രമാത്രം. ഫസ്റ്റ് നമ്മൾ ലെഫ്റ്റ് സൈഡിലത്തെയോ റൈറ്റ് സൈഡിലത്തെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇത് വലിച്ചെടുക്കുക. പിന്നെ മറ്റേ സൈഡിലുള്ള വള്ളിയും കൂടെ ഇതേപോലെ 2 പ്രാവശ്യം കെട്ടിയിട്ട് വലിച്ചെടുക്കുക. ഇങ്ങനെയാണെങ്കിൽ അതിന് പോലെ കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ചെയ്ത ശേഷം നമ്മളിത് കട്ട് ചെയ്തിട്ട് ഉരുക്കി കൊടുക്കണം. ഉരുക്കുമ്പോൾ ഈ കെട്ടിയത് പോവാതെ ശ്രദ്ധിക്കും. കെട്ടിയിലേക്ക് ഉരുക്ക് വീകാൻ പാടില്ല. ഇവിടുന്ന് കട്ട് ചെയ്ത് കളയാം. ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം ഇതിൻ്റെ ബാലൻസ് വരുന്നത് കണ്ടോ ഈ 2 സൈഡിൽ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈറ്റർ വെച്ച് ഉരുക്കി കൊടുക്കുക. അതേപോലെ നമ്മൾ വലിച്ചുമല്ല ചെറുങ്ങനെ ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കുട്ടികൾ ഇടുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോവില്ല. പിന്നെ ഇത് കണ്ടോ ഇത് ഉരുക്കി കൊടുത്താൽ മതി. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വലിയ പേളിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉരുക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലോട്ടേക്ക് ആ പേള് നമുക്കിവിടെ കഴിച്ചിടാം. എന്തെങ്കിലും ഏറ്റവും നല്ലത് ബ്ലൂ കളറായിരിക്കും. കാരണം ഇതിൻ്റെ നല്ല നടുവശത്തോട്ടേക്ക് വരുന്ന സൈസ് ബ്ലൂ കളർ വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം, ഇവിടെ ഒന്ന് കൊടുക്കാം, ഇവിടെ ഒന്ന് കൊടുക്കാൻ പറ്റും കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് ഈ വൈറ്റിൻ്റെ നടുവശത്ത് മാത്രം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് 2 സൈഡിലും വൈറ്റ് കോർത്തെടുത്താലും മതി. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ ഹെയർ ബോയ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ
ഇതും ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ ഇത്രയില്ലോ, ഇതിൻ്റെ തന്നെ വലുതാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാലയും ആയിക്കിട്ടും കേട്ടോ. അളവ് എന്ന് പറയുമ്പോൾ കുട്ടികളുടെ തലയിൽ പോകുന്ന സൈസ്, ഇത് എലാസ്റ്റിക് വയർ ആയതുകൊണ്ട് തന്നെ ഇത് വലിഞ്ഞു പോകും. ഇതിന് കുളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം സൈഡ് ലൈറ്റർ വെച്ചിട്ട് ഈ 2 ഇതും വരുന്നത് ഉരുക്കി കൊടുക്കണം. അത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ.